ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം പ്രദേശങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യക്ക് ശ്രമിച്ച മനുഷ്യരെ ഒന്ന് വിധിക്കാതെ കർത്താവിന് കൊടുത്ത് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത ഇടത്തരക്കാരെ, തീരെ താഴ്ന്നവർക്ക് ഒരുപക്ഷെ ജോലി ചെയ്ത് ജീവിക്കാം. ഇടത്തരക്കാർ മുടിഞ്ഞ് തകർന്ന് ഉടഞ്ഞ് തകർന്ന് ഒലിഞ്ഞു തീരുകയാണ്. അങ്ങനെ ഇടത്തരക്കാരെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മതിമറന്ന ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കാം. മതിമറന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 കരങ്ങൾ കൂപ്പി പിടിക്കാം. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. നമുക്ക് രണ്ട് കരങ്ങൾ അല്പം ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ മുമ്പിൽ തുറന്നു പിടിക്കാം. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ പഠിക്കും. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. നമുക്ക് താളത്തോടുകൂടി പാടാം, കരമടിച്ച് പാടാം, താളത്തോടുകൂടി പാടാം. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ. കരങ്ങളടിച്ച് പാടിക്കോ എല്ലാവരും. കരങ്ങളടിച്ച് IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ. എല്ലാവരും പഠിക്കും. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ. IMSൽ നന്മ, IMSൽ വെളിപാട്, IMSൽ പ്രകാശം യേശുനാമത്തിൽ. IMSൽ നന്മ, IMSൽ വെളിപാട്, IMSൽ പ്രകാശം യേശുനാമത്തിൽ. IMSൽ നന്മ, IMSൽ വെളിപാട്, IMSൽ പ്രകാശം മാതാവ് വഴി. IMSൽ നന്മ, IMSൽ വെളിപാട്, IMSൽ പ്രകാശം. കരമടിച്ച് പഠിക്കുക. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി യേശുനാമത്തിൽ. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. IMSൽ വിജയം, IMSൽ സൗഖ്യം, IMSൽ ശാന്തി മാതാവ് വഴി. കരങ്ങളടിച്ച് പാടിക്കും, കരങ്ങളടിച്ച് പാടിക്കും. IMSൽ പ്രത്യാശ, IMSൽ പ്രാർത്ഥന, IMSൽ പ്രതീക്ഷ യേശുനാമത്തിൽ. IMSൽ പ്രാർത്ഥന, IMSൽ പ്രത്യാശ, IMSൽ പ്രതീക്ഷ യേശുനാമത്തിൽ.
IMS-ൽ പ്രാർത്ഥന, IMS-ൽ പ്രത്യാശ, IMS-ൽ പ്രതീക്ഷ യേശുനാമത്തിൽ. IMS-ൽ പ്രാർത്ഥന, IMS-ൽ പ്രത്യാശ, IMS-ൽ പ്രതീക്ഷ യേശുനാമത്തിൽ. IMS-ൽ വിജയം, IMS-ൽ സൗഖ്യം, IMS-ൽ ശാന്തി യേശുനാമത്തിൽ. IMS-ൽ വിജയം, IMS-ൽ സൗഖ്യം, IMS-ൽ ശാന്തി യേശുനാമത്തിൽ. ഹല്ലേലൂയ 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 ഹൃദയത്തിന്റെ വോളിയം ഹൃദയത്തിന്റെ വോളിയം ഒന്ന് ചലിച്ചു പാടിക്കുക, ചലിച്ചു പാടിച്ചു പാടിക്കുക. IMS-ൽ വീഴുതൽ, IMS-ൽ അഭിഷേകം, IMS-ൽ ആനന്ദം യേശുനാമത്തിൽ. IMS-ൽ വീഴുതൽ, IMS-ൽ അഭിഷേകം, IMS-ൽ ആനന്ദം യേശുനാമത്തിൽ. IMS-ൽ വീഴുതൽ, IMS-ൽ അഭിഷേകം, IMS-ൽ ആനന്ദം മാതാവ് വഴി. IMS-ൽ വീഴുതൽ, IMS-ൽ അഭിഷേകം, IMS-ൽ ആനന്ദം. പാടിക്കേ പാടിക്കേ പാടിക്കേ. IMS-ൽ വീഴുതൽ, IMS-ൽ അഭിഷേകം, IMS-ൽ ആനന്ദം യേശുനാമത്തിൽ. പാടിക്കേ. IMS-ൽ വീഴുതൽ, IMS-ൽ അഭിഷേകം, IMS-ൽ ആനന്ദം യേശുനാമത്തിൽ. IMS-ൽ അഭിഷേകം, IMS-ൽ ആനന്ദം മാതാവ് വഴി. ഹല്ലേലൂയ 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 ശിരസിൽ വയ്ക്കാം. രണ്ട് കരങ്ങൾ. കർത്താവേ, എൻ്റെ ശിരസ്, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ശിരസ്, IMS-ന്റെ നടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ബുദ്ധിയും സമ്പൂർണമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, വിവിധ തരത്തിലുള്ള തെറ്റിദ്ധാരണകളാലും തെറ്റായ ചിന്തകളാലും തെറ്റായ പ്രബോധനങ്ങളാലും സത്യവിശ്വാസത്തിൽ നകന്നു പോയെന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ നിന്റെ പരിശുദ്ധിയും സമാധാനം ഒഴുകട്ടെ. ഞങ്ങളുടെ സ്വന്തം നിയോഗങ്ങൾ എന്നതിനേക്കാൾ ഞങ്ങളെ ഒരു ദൈവിക പ്രോജക്റ്റാക്കി മാറ്റണമേ. കർത്താവേ, ഞാൻ ദൈവശുശ്രൂഷയുടെ പ്രവാചകനായി മാറട്ടെ. ഹല്ലേലൂയ. തലയിൽ രണ്ട് കരങ്ങൾ ശിരസ് വെച്ച് അനുഗ്രഹിക്കാം. ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ രണ്ട് കരങ്ങൾ ശിരസ് വെക്കാം. കർത്താവേ, അങ്ങേ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. എന്നെ തന്നെ ശപിച്ചിട്ടുണ്ട്. തൂങ്ങിച്ചാകാൻ ഞാൻ ഇന്ന് എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. കാരണം നിന്റെ പരിശുദ്ധ ആലയം കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു.
വാക്ക്, നാക്ക്, മൂക്ക്, തൊണ്ട, ഹൃദയ, കൈകാലുകൾ, ലൈംഗിക അവയവങ്ങൾ, കാൽമുട്ട, വിരല്, പെരുവിരൽ, തള്ളവിരൽ വരെ അടിയൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ. എല്ലാവരും പഠിക്കൂ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. രണ്ടുപേരും ഉയർത്തി. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൊട്ടടുത്തുള്ള ഒരാളുടെ നേരെ ഒന്ന് തിരിഞ്ഞിരിക്കാം. തൊട്ടടുത്തുള്ള ഒരാളെ ഭാര്യ രണ്ടുപേരുടെ കരകളൊക്കെ പിടിച്ച് കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ ദാസനെ, ഈ ദാസിയെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ ദാസനെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ ദാസിയെ അനുഗ്രഹിക്കുന്നു. തിരിഞ്ഞ് മറ്റൊരാളുടെ മറ്റൊരാൾ രണ്ടുപേരായിട്ട് അടുത്ത കർത്താവേ, നാമത്തിൽ ഞാൻ ഈ ദാസനെ അനുഗ്രഹിക്കുന്നു. പാടിക്കേ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ ദാസിയെ അനുഗ്രഹിക്കുന്നു. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. വലിയ സന്തോഷവും വലിയ കരുണയും കൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും മൂടട്ടെ. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശം കത്തിച്ചു തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പരിശുദ്ധ അമ്മ വഴിയായി വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം, കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. പറഞ്ഞ്, കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് നിരന്തരം. 3 വാക്ക. നന്ദിയോടെ ഉണർന്നിരുന്ന് നിരന്തരം. ഇതിന് പറയുന്ന പേരാണ് ദൈവസ്തുതി. നിരന്തരം ദൈവത്തെ സ്തുതിച്ച നമുക്ക് ദൈവം ഒരു ആയുധം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഉപയോഗിക്കത്തില്ല. നമ്മളിത് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ നിരന്തരം മറ്റുള്ളവരുടെ പ്രാർത്ഥന തേടും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. എന്നെ കൊല്ലംകാർക്ക് വിഷമം തോന്നല്ലേ, കൊല്ലത്തു നിന്നൊരു ചേച്ചി വിളിക്കും, ഇഷ്ടമല്ല ഷാജി അച്ഛ, എൻ്റെ മോൻ ബൈബിൾ വായിക്കുന്നില്ല അച്ഛൻ എഫക്റ്റുകൾ ഇച്ചിരി കുറച്ചേര്, ബാക്കിയെല്ലാം സൂപ്പർ, എഫക്റ്റുകൾ ഇച്ചിരി കുറച്ചേര്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കൊല്ലത്തുനിന്ന് ചേച്ചി വിളിച്ചിട്ട് പറയും, ഷാജി അച്ഛ നല്ലോണം പ്രാർത്ഥിക്കണേ, ചൊവ്വനെ പ്രാർത്ഥിക്കണേ, ജപമാല പിടിച്ച് പ്രാർത്ഥിക്കണേ. ഞങ്ങൾ സ്റ്റെല്ല പ്രാർത്ഥിക്കുന്നുണ്ട്, മോന് വേണ്ടി, റിച്ചാർഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെയും വിളിച്ചിട്ട് അച്ഛൻ നല്ലോണം പ്രാർത്ഥിക്കണേ, അച്ഛൻ നല്ലോണം മനസ്സ് വെച്ച് പ്രാർത്ഥിക്കണേ, ഒന്ന് ജപമാല പഠിച്ച് പ്രാർത്ഥിക്കണേ. ഞങ്ങൾ സ്റ്റെല്ല നീ എന്നെ അടുക്കുക, തയ്യലാണ്, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓ അച്ഛ എനിക്ക് തയ്യൽ ഒഴിഞ്ഞിട്ട് നേരമില്ല. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന സ്തുതി ഇവൾക്ക് കാലുകൊണ്ടല്ലേ കൈകൊണ്ടല്ലേ തയ്ക്കേണ്ടതുള്ളൂ. ഇവൾക്ക് എന്തുമാത്രം സ്തുതിക്കാം. നമ്മളിത് ചെയ്യത്തില്ല, നമ്മളിത് ചിരിച്ച് തള്ളിക്കളയും. നമുക്ക് നിരന്തരം ദൈവത്തെ സ്തുതിക്കാം. അതിനകത്തൊരു സൗഖ്യമിരിപ്പുണ്ട്. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മകൻ്റെ കയ്യിൽ നിങ്ങളുടെ മകൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അപ്പനും അമ്മയും കൂടെ നിങ്ങൾ അവൻ്റെ 400 രൂപ കൊടുത്തു. 400 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ അത്താഴപ്പട്ടിണി കിടക്കല്ലേ, നീ ഇന്ന് വൈകിട്ട് കഴിച്ചോണം, നാളെ ഒരിടത്ത് തങ്ങി നാളത്തെ രാവിലത്തെ കാപ്പിക്കുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്കും കഴിച്ചിട്ട് 4 മണിക്ക് ഇങ്ങ് എത്തണം. 500 രൂപ അവൻ്റെ കയ്യിൽ വെച്ചത് അവൻ മറന്നുപോയി, അല്ല അവനത് ഓർത്തില്ല. അവൻ്റെ കൂട്ടുകാരുടെ അടുത്തുനിന്ന് തെണ്ടി മേടിക്കുക, അവിടെ ചെന്ന് ഒരു അച്ഛൻ്റെ അടുത്തുനിന്ന് യാചിക്കുക. നിങ്ങളിത് അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ? അതോ അവൻ തെണ്ടി 500 കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുമോ? ഇവിടെ നിങ്ങൾ കൊടുത്ത പൈസ അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അവനത് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് വലിയ ഭാരം തോന്നും. സ്തുതി എന്ന് പറയുന്ന വലിയ സമ്പത്ത്, അത്ഭുത കൃപ തന്നിട്ടുണ്ട്. ഈ എത്രയോ 40 വർഷങ്ങളായി കേരളത്തെ കരിസ്മാറ്റിക്കിലൂടെ ദൈവസ്തുതി പഠിപ്പിച്ചു. നമ്മളൊരു ക്ലാസ് പോലെ കേൾക്കുന്നു എന്നല്ലാണ്ട് ആരപ്പായി സ്തുതിക്കുന്നത് ആർക്കറിയാം? എന്നിട്ട് നമ്മൾ കിടന്ന് നിലവിളിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക, മാതാവേ കനിയണേ കനിയണേ. മാതാവ് കനിയത്തില്ലെന്ന് നിന്റെ കയ്യിൽ എടുത്തുണ്ട്. എൻ്റെ പൊന്നുകുഞ്ഞെ നിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പനിക്കുള്ള ഗുളിക ഡോക്ടറിൻ്റെ നിന്ന് മേടിച്ച് കയ്യിലിരിപ്പുണ്ട്. നീ വന്ന് പ്രാർത്ഥിക്കുക, പനി മാറ്റണേ പനി മാറ്റണേ. എൻ്റെ കുഞ്ഞെ നീ ആ ഗുളിക എടുത്ത് കഴിക്കേ എന്ന് പറയുന്ന പോലെ ദൈവസ്തുതിയുടെ
സൗഖ്യത്തിൻ്റെ ഗുളികയാണ് സ്തുതി. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സൗഖ്യത്തിൻ്റെ ദൈവിക മരുന്നാണ് സ്തുതി. കരങ്ങൾ വീശി പറയാമോ ഹല്ലേലൂയ. കൃതജ്ഞതാ നിർഭരായി നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പറഞ്ഞ് കൃതജ്ഞതാ നിർഭരരായി നിരന്തരം പറ. കൃതജ്ഞതാ നിർഭരരായി നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പറഞ്ഞ് പറ. കൊളോസോസ് 4:2 കൃതജ്ഞതാ നിർഭരരായി നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. കള്ളത്തരം പറയല്ലേ, ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്ന ആളാണ്. സത്യമായും ദിവസം കൊച്ചു കൊച്ചു ജോലി ചെയ്യുമ്പം നിരന്തരം സത്യസന്ധമായി സ്തുതിക്കുന്നവർ മാത്രം കള്ളത്തരം പറയല്ലേ, നരകത്തിൽ പോവും. കള്ളത്തരം പറയല്ലേ. കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുമ്പം നിരന്തരം സ്തുതിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ഏതായാലും 10, 30, 15 പേരേ ഉള്ളൂ. 125ഓളം ആൾക്കാരുണ്ട്. ഒരു 25 പേർക്കടുത്തേ ഉള്ളൂ കരമുയർത്തിയത്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് എന്നാ പറ്റുന്നതാ? അതെന്നറിയാവോ? നമ്മൾ ഓടി, എനിക്ക് ഇച്ചിരി ഫീഡ്ബാക്ക് കൂടെ തരാമെന്ന് ചോദിക്കണേ, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം എന്നാ പറ്റുന്നറിയാവോ? നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ വിജാതീയരെക്കാൾ കഷ്ടമാണ്. നമ്മൾ ഈ IMSന്റെ നടയിൽ വരുന്നത് നമുക്കൊരു നിയോഗമുണ്ട്, അത് പ്രാപിക്കാനാ. പാലം കിടക്കുവോളം, അത് കഴിഞ്ഞ ശേഷം ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് ഒരു തർക്കമില്ല. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയാലും നമ്മളെപ്പോലെ ഇത്രയും നന്ദി കെട്ട ഒരു ജനത ലോകത്തിൽ കാണത്തില്ല. നമ്മളെപ്പോലെ ഇത്രയും പ്രബോധനങ്ങൾ കിട്ടുന്ന ഒരു ജനതയും കൂടെ കാണത്തില്ല. സത്യവിശ്വാസത്തിൽ അറിയേണ്ടതെല്ലാം നമുക്കറിയാം, പക്ഷെ നമ്മളത് എന്ത് ചെയ്താൽ പാലിക്കത്തില്ല. നീ ദൈവസ്തുതിയുടെ ആയുധമെടുത്ത് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കത്തില്ല. നമുക്കൊരു മനോസുഖം ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് വന്ന് മാതാവിൻ്റെ രൂപത്തിന് മുട്ടുകുത്തി അമ്മേ അമ്മേ തായേ. എന്നോട് ആരാണ്ട് പറഞ്ഞ് അച്ഛൻ യാചിക്കുന്ന പാട്ടാണോ എഴുതിയെന്ന്. അമ്മേ അമ്മേ തായേ, ഭിക്ഷക്കാരുടെ പാട്ടാന്ന് പറഞ്ഞ്. തായേ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താ? തായേ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താ? അമ്മേന്ന് തന്നെ. നോക്കിക്കേ, അറിയാതെ നമ്മൾ വോളിയം ലെവൽ ഇച്ചിരി കൂടുതലാണ്, പൊടിക്കൊന്ന് കുറച്ചോ, എന്നിട്ട് എഫക്റ്റൊക്കെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്നറിയോ, നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ യാചിച്ചൊരു സുഖമാണ്. മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു, മാതാവേ മാതാവിൻ്റെ കുഞ്ഞു ഇങ്ങനെ കരഞ്ഞ് എണ്ണപ്പെട്ടു, ഇങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സുഖമാണ്. ദൈവസ്തുതിയുടെ ആയുധം എടുത്ത് ഉപയോഗിക്കാത്ത പോഷരായ ദൈവജനമാണ് നമ്മൾ, വൈദികരുൾപ്പെടെ. എല്ലാവർക്കും സ്തുതിക്കാൻ പഠിക്കാത്ത ഒരു ജനത. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. കൊളോസോസ് 4:2 നന്ദിയോടെ കൃതജ്ഞതാ നിർഭരരായി നിരന്തരം ഉണർന്നിരുന്ന് സ്തുതിക്കുവിൻ. ഒരു ദുഃഖത്തിൻ്റെ ഒരു അറ്റം വന്നാൽ മതി, നമ്മൾ പോയി. ഞാൻ വലിയ ആളാന്ന് പറയല്ല, പക്ഷെ എന്തെല്ലാം സങ്കടങ്ങൾ വന്ന്, ദൈവത്തിൻ്റെ സ്തുതി കേട്ടോ, എന്തെല്ലാം നിരാശ വന്ന്, പക്ഷെ ഞാനിങ്ങനെ എനിക്കാവുന്ന പോലെ ദൈവത്തെ സ്തുതിക്കും. ഈശോയെ സ്തുതി, ആരാധന, ഈ സഹനത്തെ പ്രതി സ്തുതി. അവിടെ ആ സാത്താൻ പറന്നു പോകും, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ അടുത്ത് അവന് പാപം ചെയ്താൽ പോലും സാത്താൻ അടുക്കാൻ പറ്റത്തില്ല. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, IMSൽ ഈ തിങ്കളാഴ്ച വന്നത് ആകെപ്പാടെ 150-200 പേര്. അതിൽ 25 പേരാണ് നിരന്തരം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞത്. അതിനകത്ത് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോയെന്ന് ഉടയതമ്പുരാൻ അറിയാം. 25 പേര് കളിയാക്കിയതല്ല കേട്ടോ. നിരന്തരം പ്രാർത്ഥിക്കാൻ എളുപ്പമല്ല. ഒരിക്കൽ ഒരാൾ ഈശോയോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, കർത്താവേ ഈ പക്ഷപാതം കാണിക്കല്ലേ, ഞാൻ പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നെ നേരം കിട്ടുമ്പോഴൊക്കെ പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ഞാൻ ചെയ്യുന്നൊന്നും ഗുണപ്പെടുന്നില്ല. തന്നെടാ എൻ്റെ അയലൊക്കത്ത് ഒരുത്തനുണ്ട്, അയാൾ ചുമ്മാതെ കൃഷി ചെയ്തുകൊണ്ട് നടക്കുന്നു. ഞാൻ പണ്ട് പറഞ്ഞ ഇത്, കൃഷി ചെയ്തുകൊണ്ട് നടക്കുന്നു, എന്നിട്ട് അയാളുടെ നെല്ലെല്ലാം ഇഷ്ടം പോലെ വളരുന്നു. ഇതെന്നാ പരിപാടിയാ? ഞാൻ പള്ളി വരുന്നുണ്ട്, കുർബാന മുടക്കുന്നില്ല. എടാ ഇതൊന്നും എനിക്കൊരു ഗുണം പിടിക്കുന്നില്ല, എനിക്ക് നശിച്ചു പോകുന്നല്ല, എനിക്കൊന്നും അങ്ങോട്ട് പ്രതീക്ഷ പോലെ വരുന്നില്ല. ഇടത്തെ എൻ്റെ അയലോക്കത്തിരിക്കുന്ന മനുഷ്യൻ അങ്ങേര് എപ്പോഴും പാടത്തും വരമ്പത്തും തന്നെ, അങ്ങേരുടെ നെല്ലെല്ലാം പിന്നെയും കൂടി വരുന്നു. അയാൾ വേണ്ട ഒരു കാറ് മേടിച്ചു. അപ്പം കർത്താവ് പറഞ്ഞു, നീ ഒരു കൊച്ചു കാര്യം ചെയ്യേ, നിനക്ക് ഞാൻ ഒരു വെട്ടി വിത്ത് തരാം, അതുകൊണ്ട് നീ നാളെ ഭംഗിയായിട്ട് വിതയ്ക്കണം. പിന്നെ എൻ്റെ അടുത്താ കളി തരാൻ പറഞ്ഞു. എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടെന്ന് പറഞ്ഞു. ഒരു വട്ടി വിത്ത് കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, നീ സൂക്ഷിച്ച് വരമ്പത്ത് വീഴരുത്. എങ്ങും കൂടി വീഴരുത്. എന്നെ പഠിപ്പിക്കേണ്ട എൻ്റെ കർത്താവ്, ഞാൻ ഈ കുട്ടനാട്ടുകാരൻ, ഇതൊക്കെ എനിക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരിടത്ത് കുഴി പോയി വീഴല്ലേ, വരമ്പത്ത് വീഴരുത്, ഒരിടത്ത് കൂടി വീഴരുത്, എല്ലായിടത്തും ചിതറി വീഴണം, സൂക്ഷിച്ച് വിതയ്ക്കണം കേട്ടോ. കുട്ടനാട്ടുകാരൻ പറഞ്ഞു, എൻ്റെ കർത്താവേ
സ്വർഗത്തിൽ ഇരിക്കുന്ന അവിടെ ഇരുന്ന് ആ പണി ചെയ്താൽ മതി, എനിക്ക് ഈ കാര്യം അറിയാം. എന്നിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ അടുത്താണോ കർത്താവിൻ്റെ കളി എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് വിതയ്ക്കുക, സൂക്ഷിച്ച് വിതയ്ക്കുക. ഈ കർത്താവിനെ ഇന്ന് ഞാൻ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കും, എൻ്റെ അടുത്താ കളി എന്ന് പറഞ്ഞു നല്ല സൂക്ഷിച്ചെല്ലാം വിതച്ച് വിയർത്ത് കുളിച്ച് 3 മണിക്ക് കയറി വന്നിട്ട്, കർത്താവേ എങ്ങനെയുണ്ട്, വാ ഇങ്ങോട്ട് വാ, കാര്യം പറ. ഇപ്പം ഞാൻ വിതച്ച് കഴിഞ്ഞപ്പോൾ ആളെവിടെ പോയി, ഇങ്ങോട്ടോ. കർത്താവ് വന്നു, ആഹാ നീ സൂപ്പറായിട്ട് വിതച്ചിട്ടുണ്ടല്ലോ, സൂപ്പറായിരിക്കുന്നല്ലോ, കൊള്ളാം, സൂപ്പർ, കൈയടിച്ചു. കർത്താവ് ചോദിച്ചു, നീ വിതയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിച്ചായിരുന്നോ? ഈ മനുഷ്യൻ പറഞ്ഞത്, രണ്ടും കൂടെ എന്നോട് പറയല്ലേ, വരമ്പത്ത് വീടല്ലേ, കുഴിയിൽ വീടല്ലേ, ചെതറി വീടല്ലേ, എങ്ങും പോകരുത്, ബെസ്റ്റായിരിക്കണം, വൃത്തിയായിരിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനെപ്പോൾ പ്രാർത്ഥിക്കാനാ? അപ്പൊ കർത്താവ് പറഞ്ഞു, മകനെ നിനക്ക് പിടികിട്ടിയോ? നീ കുറ്റം വിധിച്ച നിന്റെ അയൽക്കാരൻ കർഷകൻ വിത്തെടുക്കുമ്പോഴും വിതയ്ക്കുമ്പോഴും കൈക്കോട്ടേതുമ്പോഴും വിയർപ്പ് തുടയ്ക്കുമ്പോഴും കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴും തോർത്തുകൊണ്ട് മുഞ്ഞിയും മുഖവും തുടയ്ക്കുമ്പോഴും ആ സാധു ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ അപ്പാ, ഞാൻ പാപിയാണെങ്കിലും നിന്നെ സ്തുതിക്കുന്നു. കൊരവള്ളി പൊട്ടി സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാ 1 തെസ്സലോനിക്ക 3:10 പറയുന്നത്, നിരന്തരം പ്രാർത്ഥിക്കും, നിരന്തരം. ഇങ്ങോട്ട് പോകുമ്പം പണ്ട് ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് കോടിക്കൽ അച്ഛൻ എന്നൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ബ്രദേഴ്സ് നിങ്ങളെ അലക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ അലക്കി വിരിക്കുമ്പം പ്രാർത്ഥിക്കണം. അലക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്കൊരു 500 രൂപ കുറച്ച് താഴോട്ട് പോകണം, ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങളൊക്കെ ചിരിക്കാൻ തുടങ്ങി. പിന്നെ ഇനി മുള്ളുമ്പോഴും പ്രാർത്ഥിക്കാം, തൂറുമ്പോഴും പ്രാർത്ഥിക്കാം, അതിൻ്റെ കുറവൂടെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അച്ഛനെ ഒരുപാട് കളിയാക്കി. ഈ പാവം ഞങ്ങളോട് പറഞ്ഞു തന്നു, കുളിക്കുമ്പോഴും അലക്കുമ്പോഴും വസ്ത്രം വിരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ചുമ്മാതെ ദൈവത്തെ സ്തുതിക്കണം. ശരിക്കും ഈ അച്ഛനെ ഞങ്ങൾ കളിയാക്കി. ഇനിയിപ്പോൾ മുള്ളുമ്പോഴും തൂറുമ്പോഴൂടെ പ്രാർത്ഥിക്കാനുള്ളൂ, ബാക്കി എല്ലാ സമയത്തും കഴിഞ്ഞു. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈരപ്പള്ളിയിലെത്തിയപ്പം അവിടെ 70 വീട്ടുകാരെ കൊണ്ട് ഞാൻ നക്ഷത്രം എണ്ണി ഒരു പള്ളി പണിയാൻ. അന്നാദ്യമായി പുല്ല് പറിച്ചപ്പോഴും കല്ല് ചുമന്നപ്പോഴും ഈ ഉറുമ്പുകടി ഏറ്റപ്പോഴും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങി. 70 വീട്ടുകാരെ കൊണ്ട് തമ്പുരാൻ ചിന്തിക്കാനാവാത്ത ആലയവും ആലയത്തിന് ചുറ്റും ആപ്പിൾ ഉൾപ്പെടെ വൃക്ഷങ്ങളും നൽകി. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നിരന്തരം സ്തുതിക്കുന്നവന്റെ കയ്യിൽ ഒരു ആയുധം ഇരിക്കുകയാണ്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഈ ആയുധം കൈവച്ചുകൊണ്ട് നമ്മളെന്തിനാ വേറെ ഒരാളോട് തെറ്റാലി ചോദിക്കുന്നത്? AK-47 കൈവച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ വേറൊരാൾ ശത്രുവിനെ എറിയാൻ ഒരു കല്ല് ചോദിക്കുന്നത്? എന്ത് മണ്ടത്തരമാണ്! ദൈവസ്തുതി എടുത്ത് ഉപയോഗിക്കത്തില്ല. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. നിങ്ങളൊരു 7 പേര് ഇരുന്ന് നല്ല ഫസ്റ്റ് ക്ലാസ്സായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കാണുമ്പോൾ നല്ല ഫസ്റ്റ് ഈ ബഹളത്തിൻ്റെ നടുവിൽ സുഖസുഷുപ്തിയിലിരുന്ന് 7 പേര് ഉറങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് അവർക്ക് മംഗളം നേരാനേ തോന്നുള്ളൂ. കാരണം വചനം കേൾക്കുമ്പം സമാധാനം കിട്ടുന്നതുകൊണ്ടാണല്ലോ ഉറങ്ങുന്നത്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അയ്യോട ഉറങ്ങിയവരും കൈയടിച്ചു കേട്ടോ, അതെന്നെ ഉറക്കമായിപ്പോയി. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. വത്സല്യമുള്ള സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാം വാക്യം നിങ്ങൾ മറക്കരുത്. സ്വർഗത്തിലെ ഏക പ്രവൃത്തി എന്താ? അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. സ്വർഗത്തിലെ ചിറകുകൾ വിരിച്ച് ചുണ്ടുകൾ നിവർത്തി ധൂപമർപ്പിച്ച് സദാസമയം രാപ്പകൽ നിരന്തരമുള്ള ദൈവസ്തുതിയാണ് ആക്ഷൻ ഓഫ് ഹെവൻ. ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സ്തുതി മാത്രമാണ്. വലതുകരം ഉയർത്തിപ്പറ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പറ ഹല്ലേലൂയ. അത് നമ്മുടെ തലയ്ക്കിനി എന്ന് പിടിക്കും? ഇത് നമ്മുടെ ശിരസിൽ എന്ന് പതിക്കും? നമ്മൾ എന്തിനാണ് ഈ ശുശ്രൂഷയ്ക്ക് വന്നത്? സ്നാപക യോഹന്നാൻ സുവിശേഷകൻ ചോദിക്കുന്ന പോലെ, എന്തിനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് വന്നത്? കാറ്റത്താടുന്ന ഞാങ്ങണ കാണാനോ അതോ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെ കാണാനോ? വാട്ട്സ് യുവർ റിയൽ ഇൻറ്റൻഷൻ? സ്തുതിക്കാൻ പഠിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടി യോജിപ്പിക്കപ്പെടുകയല്ലേ? ഒരിക്കൽ ശക്തികുളങ്ങരയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ആ ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ ഈശോ ഒരു വെളിപാട് നൽകി. വെളിപാട് ഇതാണ്: കുഞ്ഞേ, നീ നിന്റെ ജനത്തോട് പറ, സ്തുതി എന്ന് പറയുന്നത് ഒരു ചിതയാണ്. എന്നാണ്? അതായത് പറയത്തില്ല, പഠനങ്ങൾ സ്തുതി എന്ന് പറയുന്നത് ഒരു ചിതയാണ്. പറഞ്ഞ് അപ്പന്മാരും പറ, സ്തുതി എന്ന് പറയുന്നത്
ഒരു ചിതയാണ്. നിന്റെ ഭാരവും നിന്റെ രോഗവും കരിയില പോലെ കത്തിച്ച് കളയാൻ പറ്റുന്ന ദൈവത്തിൻ്റെ അഗ്നിയുടെ പേരാണ് സ്തുതി. 2 കരം ഉയർത്തി പറ ഹല്ലേലൂയ. നമ്മൾ ഈ മനസ്സ് തുറന്ന് സ്തുതിക്കാത്തത് കൊണ്ട് എന്താ സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ സ്തുതിക്ക് ചുമ്മാ പറഞ്ഞിട്ട് സ്തുതിക്ക് കളിയാക്കുന്നതല്ല കേട്ടോ, സ്നേഹം കൊണ്ട് പറയുന്ന. നമ്മൾ ഉള്ളുകൊണ്ട് സ്തുതിക്കാത്തത് കൊണ്ട് എന്താണെന്നറിയോ? സ്തുതിക്കുന്ന സമയത്ത് ശരീരമൊക്കെ നമ്മൾ ഈ കാണിക്കുന്ന കാട്ടായം കൊണ്ട് കൈയൊക്കെ പൊക്കി സ്തുതിക്കുന്നതുകൊണ്ട് അത് കഴിയുമ്പം സാലിമേ ഇന്ന് നല്ല രസം, നല്ലൊരു സൗഖ്യമൊക്കെ കിട്ടി കേട്ടോ എന്ന് പറയും. വീട്ടിൽ ചെല്ലുമ്പം പ്ലക്കം അങ്ങ് പോകും. കാരണം എന്നാ? നമ്മുടെ ചങ്കിൽ നിന്നുള്ള സ്തുതിയാണെങ്കിൽ അതവിടെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് പറ ഹല്ലേലൂയ, ഒരുമിച്ച് പറ ഹല്ലേലൂയ. സങ്കീർത്തനം 71:14 നിങ്ങൾ മരണം വരെ മറക്കരുത്. സങ്കീർത്തനം 71. കാര്യം, ഈ തിങ്കളാഴ്ച വരുമ്പം നിങ്ങൾക്ക് എഴുത്തും വായന അറിയാവുന്നവർക്ക് ഞാൻ കളിയാക്കുന്ന സ്നേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ട് പറയുക, ഒരു വചനമൊക്കെ ഒന്ന് എഴുതിയെടുത്താൽ. എടാ, ഇവിടെ ഇത്രയും കാലം വചനം പറഞ്ഞിട്ട് 100-150 വചനമാണ് കഷ്ടപ്പെട്ടറിയാവുന്ന, എന്നിട്ട് തന്നെ തെറ്റിപ്പോകുന്നു. നിരന്തരം ശുശ്രൂഷ ചെയ്തിട്ട് അപ്പോൾ നിങ്ങളിങ്ങനെ നമ്മുടെ കർത്താവിനെ കെട്ടിയിട്ടിരിക്കുന്നവർ ആ ഇരിപ്പിരിക്കുക അവിടെ. നിങ്ങൾ 2 വചനം ഇത് സ്നേഹം കൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പന്മാരുടെയും പോക്കറ്റിലൊരു ചെറിയ പേപ്പർ, ഒരു പേന ഉണ്ടെങ്കിൽ നമ്മൾ ആ വചനം കേട്ട് 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 അതിൻ്റെ സൗഖ്യമെടുത്ത് ഉപയോഗിക്കണം. അതെന്താ നമ്മൾ ചെയ്യാത്തത്? നമ്മളിങ്ങനെ ഇന്ദ്രജാലം പോലെ IMS വന്നാൽ ഒരു സൗഖ്യം കിട്ടും. നമ്മൾ എത്രയോ നിസ്സാരപ്പെട്ടവരാണ്. ഈ ചേട്ടൻ്റെ മകള്, നിങ്ങൾ ഈ വരുന്നവരെ നോക്കിക്കൊണ്ടിരുന്ന ശുശ്രൂഷ പോകുന്നേ ഉള്ളൂ കേട്ടോ, എനിക്കൊരു പണക്കവും ഇല്ല. വരുന്നവരെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ശുശ്രൂഷ, അതിൻ്റെ അർത്ഥം നിങ്ങൾ വന്നിരിക്കുന്നത് എന്തോ നേടാൻ വേണ്ടി മാത്രമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നത് ക്ഷമിക്കണം. സഹോദരിയുടെ പേരെന്നാ? അത് അപ്പൻ്റെ പേര് പറയും, ചൂടെ നല്ല. എൻ്റെ സ്വന്തം സഹോദരനുണ്ടല്ലോ ഇവിടെ. മോനിപ്പോ എവിടാ? വീട്ടിൽ നാട്ടിലുണ്ടോ? ശരി. അവൻ വന്നിട്ട് ചേട്ടായിയോട് വന്നിട്ട് എപ്പോഴും വന്നിട്ട് പപ്പാ നല്ലതാ, പപ്പാ സ്വീറ്റാ, പപ്പാ മിടുക്കനാ, പപ്പാ നല്ലതാ. ഇപ്പോഴല്ല, കുഞ്ഞുനാളി വന്നിട്ട് പപ്പാ മിടുക്കനാ, പപ്പാ നല്ലവനാ, പപ്പാ സ്വീറ്റാ, പപ്പാ ചക്കര അപ്പാനാ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ 100 രൂപ എടുത്തോണ്ട് പോകും. ചെറുക്കനല്ലേ നോർത്ത് ചേട്ടൻ കൊടുക്കും. പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് ചെറുക്കന് മിണ്ടാട്ടവും ഇല്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. പിന്നെ ചെറുക്കൻ വന്നിട്ട് 2 ആഴ്ച കഴിയുമ്പം പപ്പാ നല്ലതാ, പപ്പാ മിടുക്കനാ, പപ്പാ നല്ലതാ. അയ്യോ പപ്പായെക്കുറിച്ച് ഞാൻ ഇവിടെയൊക്കെ പറയുന്നുണ്ടെന്നറിയോ? പിന്നെയും പോക്കറ്റിൽ 100 രൂപ എടുത്തോണ്ട് പോയി. മകനായതുകൊണ്ട് ചേട്ടൻ കൊടുത്തു. പിന്നെയും 2 ആഴ്ചത്തേക്ക് ചെറുക്കന് ഒരു മിണ്ടാട്ടവും ഇല്ല, പറച്ചിലുമില്ല. പിന്നെ 3 ആഴ്ച കഴിഞ്ഞപ്പം പമ്മി ചെറുക്കൻ വന്നപ്പോഴേ ചേട്ടൻ ചോദിച്ചു, എന്നാ നിനക്ക് 100 രൂപ വേണോ? ആ വേണം. പപ്പാ നല്ലതാ കേട്ടോ, കൊടുത്തു. പപ്പാ നല്ലതായതുകൊണ്ട് ഈ ചെറുക്കൻ വരുമ്പോഴൊക്കെ 100 രൂപ കൊടുക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു നീറ്റൽ എടുക്കും, ഇവൻ ഈ 100 രൂപയ്ക്ക് വേണ്ടിയാണല്ലോ എൻ്റെ അടുത്ത് വരുന്നത്. ശരിയല്ലേ? ആണോ അല്ലയോ? ആണെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഇതല്ലേ നമ്മൾ ഈ IMSന്റെ നടയിലും ഈ പള്ളികളിലെല്ലാം ചെയ്യുന്നത്? നമുക്കൊരു 100 നിയോഗമുണ്ട് സ്വൈര്യം കൊടുക്കാതെ. ഇത് നടന്നു കിട്ടിയാൽ നമ്മൾ 2000 രൂപ കൊണ്ട് കൊടുക്കും, സന്തോഷമാണ്. നമ്മളൊരു 3000 രൂപ കൊണ്ട് കൊടുക്കും, നല്ല കാര്യം, കൊടുക്കണം. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി തന്നെ വരുമ്പം അപ്പൻ നല്ലവനായതുകൊണ്ട് ആ പൈസ അങ്ങ് തന്നു. പക്ഷെ അപ്പൻ ഓർക്കുന്നത്, എൻ്റെ മകൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തെ സ്നേഹിച്ചില്ലല്ലോ. അതേസമയം പപ്പ പിന്നെ എടുത്തു വെച്ചിട്ട് അവൻ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, പപ്പാ നിനക്ക് പൈസ വേണോടാ? അപ്പം പറഞ്ഞു, പപ്പ എനിക്ക് പപ്പായെ മതി. സോറി പപ്പ, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും എനിക്ക് പപ്പായാണ് ഏറ്റവും നല്ലത്. പപ്പ എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ പപ്പ നടത്തുന്നുണ്ടല്ലോ, എനിക്ക് പപ്പായുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ഞാൻ വന്ന. പപ്പായുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ അപ്പൻ എന്നെ എടുക്കും, പോക്കറ്റിലെ 100 രൂപയ്ക്ക് പകരം സ്വത്ത് മുഴുവൻ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കും. ശരിയാണോ അല്ലയോ? അങ്ങനെ കള്ളത്തരത്തിൽ നേടണമെന്നല്ല, എനിക്കെൻ്റെ ദൈവം മതിയെന്ന്. ആ സ്തുതി. 2 കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ. സങ്കീർത്തനം 71:14 ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. പറയാവോ? ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. പറയുന്നില്ല, പകുതി പേര് പറയുന്നില്ല. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. എന്നെ ഈ മേൽക്കുമേൽ മോളെ, നീ ഒരു പരീക്ഷ എഴുതി, നീ തോറ്റുപോയി. സങ്കടം കൊണ്ട് നിന്റെ ചങ്ക് പൊട്ടുമ്പം അതുക്കും മേലെ. സഹോദര, നിങ്ങളുടെ വീടിനൊരു ജപ്തി വന്നു, ആകെ തളർന്നു പോയി, പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ഗുണമില്ലെന്ന് തോന്നി. ആ നിരാശയ്ക്കും മേലെ മേൽക്കുമേൽ നിന്നെ പുകഴ്ത്തും. അന്നപ്പോൾ എന്നാ പറ്റും? സർവ്വ നിരാശയുടെയും പത്തി പൊട്ടുന്നത് നിങ്ങൾ കാണും. സർവ്വ നിരാശയുടെയും 24 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എന്തോരോ സങ്കടങ്ങൾ അനുഭവിച്ച മനുഷ്യനാ ഞാൻ. എൻ്റെ മുഖത്ത് ആ കാലങ്ങളെക്കാളും പ്രത്യാശ ഇപ്പോഴുണ്ട്. എന്നാ എൻ്റെ ഗുണമാണോ?
എൻ്റെ വൈഭവമാണോ? എൻ്റെ കഴിവാണോ? ഒന്നുമല്ല. നിരന്തരം ദൈവത്തെ സ്തുതിക്കാൻ നോക്കി. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങൾ സഹിച്ചു. എൻ്റെ മുഖത്ത് അന്നത്തെക്കാൾ നല്ല ചെറിയ പ്രായത്തെക്കാളും സന്തോഷം ഇന്നാ മുഖത്ത്. എൻ്റെ ഗുണമാണോ? ശക്തിയാണോ? ഭക്ഷണത്തിൻ്റെ മെച്ചമാണോ? അല്ല. നിരന്തരം പൊട്ടനെ പോലെ ദൈവത്തെ സ്തുതിച്ചു. വലതുകരം ഉയർത്തി പറയാമോ? സങ്കീർത്തനം 71:14, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. അപ്പന്മാർ സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യം, സ്നേഹത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ശല്യമായിട്ട് എടുക്കാതെ. ഞാൻ എപ്പോഴും, എല്ലാവരും പറയും, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. വലതുകരം രണ്ട് കരം വീശി, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. വിശുദ്ധരെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ഒരു മാസം നോക്കിക്കേ, നിരന്തരം ദൈവത്തെ സ്തുതിക്കേ. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തിൽ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. പഴയ നിയമത്തിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ അത്. എന്ന് വെച്ചാൽ നിരന്തരം ബലി, നിരന്തരം സ്തുതി എന്നർത്ഥം. ലേവ്യരുടെ പുസ്തകം 6:13, ലേവ്യരുടെ പുസ്തകം 6:13, കർത്താവിൻ്റെ ബലിപീഠത്തിൽ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. സഹോദരി, നിന്റെ ചങ്കിൽ സ്തുതിയുടെ, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ടെന്നേ. നോക്കിയോണ്ട് എനിക്ക് വിഷമമുള്ളതുകൊണ്ടല്ല, നിങ്ങൾ ഈ വചനം കേട്ടേ. കർത്താവിൻ്റെ ബലിപീഠത്തിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവസ്തുതിയുടെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. രണ്ട് കരങ്ങൾ ഉയർത്തി പറയുമോ? ഹല്ലേലൂയ. കർത്താവ് ഒരു അത്തിമരത്തെ ശപിച്ചില്ലേ? അതെന്നാ മര്യാദകേടാന്നേ കാണിച്ചത്? മര്യാദകേടെന്ന് പറഞ്ഞ് കർത്താവിനോട് വിരോധമുള്ളതുകൊണ്ടല്ല. അവിടെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അത് അത്തിപ്പഴങ്ങളുടെ കാലമൊട്ട്. അതെന്നാ പരിപാടിയായിപ്പോയി. അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത കാലത്ത് അത്തിമരത്തെ കയറി മറിഞ്ഞ് കുലുക്കി പറിച്ച് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തിനാന്നേ കർത്താവ് നമ്മുടെ ഒരു തെങ്ങ് കൊണ്ടുവച്ചു, 32 മാസത്തെ തെങ്ങ്, 25-ാം മാസത്തിൽ പോയി അതിനകത്ത് ചൊട്ടയില്ലെന്നും പറഞ്ഞ് ആരെങ്കിലും വെട്ടിക്കളയുമോ? ഏതെങ്കിലും പൊട്ടം വെട്ടിക്കളയുമോ? കർത്താവ് എന്നാ മണ്ടത്തരവാ കാണിച്ചത്? സത്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇതിനകത്തൊരു ദൂതുണ്ട് പ്രിയപ്പെട്ടവർ, ഒരു ദൂത് കിടപ്പുണ്ട്. ഈ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത കാലത്ത്, പറഞ്ഞേ, അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത, പറയത്തില്ല, അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത കാലത്ത്, സീസൺ അല്ലാത്ത നേരത്തും നിന്റെ ഹൃദയത്തിൽ ദൈവസ്തുതി ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കാനാ. അത്തിപ്പഴങ്ങളുടെ കാലമല്ലെന്നേ. സന്തോഷിക്കാൻ ഒന്നും മുമ്പിലില്ല, ഒന്നും ഓർത്തിട്ട് സന്തോഷിക്കാനില്ല. ജപ്തി, ചെറുക്കന് പരാജയം, അച്ചാച്ചൻ അറ്റാക്ക്, ഒന്നും ഓർത്തിട്ട് സന്തോഷിക്കാനില്ല. അത്തിപ്പഴങ്ങളുടെ കാലമേ അല്ല. പക്ഷെ ആ സമയത്തും നിന്റെ ഹൃദയ ശിഖരങ്ങളിൽ ദൈവസ്തുതി ഉണ്ടോ എന്ന കർത്താവ് നോക്കുന്നത്. അത്തിമരത്തെക്കുറിച്ചല്ലത്. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ആവേശത്തോടെ കരം വീശി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എന്തിനാ നിരന്തരം സ്തുതിക്കുന്നത്? രണ്ട് കൊച്ചു കാരണങ്ങൾ ബൈബിളിലുണ്ട്. നിരന്തരം സ്തുതിക്കുന്നതിൻ്റെ കാരണം, നിരന്തരം നമുക്ക് ഭീതി വരും. നിയമാവർത്തനം 28:66 എടുത്ത് നോക്കിക്കേ. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം, നിയമാവർത്തനം 28:66. നിയമാവർത്തനം 28 ബൈബിളുള്ളവർ പെട്ടെന്ന് എടുത്ത് നോക്കിക്കോ. നിയമാവർത്തനം 28:66. നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും, രാവും പകലും നീ സംഭീതനായിരിക്കും. നിനക്ക് ജീവിതത്തിൽ സുരക്ഷിതത്വം ഒരിക്കലും, ജീവിതത്തിൽ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയാണ്. എപ്പോഴും ടെൻഷൻ വരും, നമുക്ക് എപ്പോഴും പേടി വരും. പാവപ്പെട്ട മനുഷ്യരാ. ഈ നിരന്തരമുള്ള ഭീതിയെ വെട്ടാനാണ് നിരന്തരമുള്ള സ്തുതി. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. നിയമാവർത്തനം 28:66. നിരന്തരം നമ്മുടെ ഉള്ളിൽ പേടി വരും. ഇവിടുന്ന് കാലെടുത്ത് വെക്കുമ്പോഴേ പെട്ടെന്നൊരു ഫോൺ കോള്, അയ്യോ എന്ന് ഞെട്ടേണ്ട ഒരു സംഭവം ഉണ്ടായി. സ്തുതിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അങ്ങനെ നിരന്തരം പേടിപ്പിക്കുന്ന സംഭവങ്ങൾ, നിരന്തരം നിന്റെ ഉള്ളിൽ ചങ്കിടിപ്പ്, നിനക്കെപ്പോഴും ഒരു പേടി, അരക്ഷിതാവസ്ഥ, ഇവയെ തോപ്പിക്കാൻ
നീ നിരന്തരം സ്തുതിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാത്തിനെ പ്രതി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. സ്വരമുയർത്തി സ്തുതിക്കേ. ഈശോയെ നന്ദി, ആരാധന. എല്ലാത്തിനെ പ്രതി അടിയൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവദ്വേഷികൾക്കുള്ള ഉത്തരമാണ് സ്തുതി. സങ്കീർത്തനം 42:3. നിന്റെ ദൈവം എവിടെ? ജഗപ്പേ, ജഗപ്പല്ലേ ഇത്? ജഗപ്പേ, നിന്റെ ദൈവം എവിടാടോ? അത് സാലിമേ അല്ലേ? സാലിമേ, തൻ്റെ ദൈവം എവിടെ പോയടി എന്ന് ചോദിക്കുന്നിടത്ത് അവർക്കുള്ള ഉത്തരമാണ് എൻ്റെ ദൈവം എവിടെയെന്ന് നിരന്തരം ആൾക്കാർ ചോദിക്കുന്നത്. IMS പോയിട്ട് എന്നായി? ആ വെള്ളിയാഴ്ച ഒടുത്തൊരുങ്ങി പോകുന്നുണ്ടല്ലോ, എന്നായി എന്ന് ചോദിക്കുന്നതിന് ഉത്തരമാണ് നാവിലെ സ്തുതി. ഇന്നലെ എന്നെ കൊല്ലത്ത് നിന്ന് ഒരു സഹോദരൻ മരിയൻ സിനിമ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ട് എന്നെ വിളിച്ചു. മരിയൻ സിനിമ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ട് വിളിച്ചു. എൻ്റെ ഒരു സഹോദരി ലൂർദ് മോൾ എന്ന മോള് വഴിക്ക് ആ ഷാജിയച്ഛൻ എൻ്റെ നമ്പർ കൊടുക്കുക കേട്ടോ എന്നൊക്കെ നല്ല ചിരിച്ച് പറഞ്ഞു. എന്നിട്ട് രാത്രിയിൽ എനിക്കൊരു മെസ്സേജ്, ഷാജിയച്ഛ ലൂർദ് മോൾ എന്നോടെല്ലാം പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി, ദൈവവചനത്തിനപ്പുറമുള്ള ഒന്നിനെക്കുറിച്ചും എനിക്ക് താല്പര്യമില്ല, ഈ കാട്ടിക്കൂട്ടലൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, യേശുവിനെ അല്ലാതെ ഒരാളെ ഉയർത്താൻ എനിക്ക് ഇഷ്ടമല്ല, ദൈവമാതാവിനെ കുറിച്ചാണ്, മറിയത്തെക്കുറിച്ചാണ്. വളരെ, അതായത് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് കളിയാക്കാൻ വേണ്ടി മാത്രമായിട്ട് വിളിച്ചൊരു അധ്യാപകൻ, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് വിളിച്ചത്. നോക്കിക്കേ, ലൂർദ് മോള് പറഞ്ഞു എനിക്കെല്ലാം അറിയാം. എന്നിട്ട് ഉടനെ പറയാം, നിങ്ങളുടെ ഒന്നും കാട്ടിക്കൂട്ടലുകൾക്ക് ഞാൻ കൂടെയില്ല, ബൈബിള് പറയുന്നതിന് മാത്രമേ ഞാൻ കൂടെയുള്ളൂ, യേശുവിൻ്റെ നാമം ഉയർത്തണം, നിങ്ങളുടെ ഒന്നും ഇഷ്ടത്തിന് തുള്ളാൻ എന്നെ കിട്ടും. ഭയങ്കര അധിക്ഷേപം. ഞാൻ ഉടനെ സാറിന് മറുപടി ഇട്ടു, സാറ് റെസ്പോണ്ട് ചെയ്തതിന് ദൈവത്തിന് സ്തുതി. ഉടനെ ദൈവസ്തുതിയുടെ ഒരു പാട്ടിട്ട് കൊടുത്തു, വേറെ ഒന്നും കൊടുത്തില്ല, ദൈവസ്തുതിയുടെ ഒരു പാട്ട്. കാരണം ദൈവനിഷേധകന്റെ മുമ്പിൽ നമുക്കുള്ള ഉത്തരം ദൈവസ്തുതിയാ. രണ്ട് കരങ്ങൾ ഉയർത്തി പറയുമോ ഹല്ലേലൂയ എന്ന് വെച്ചാൽ, നമുക്കൊരാളോട് ദേഷ്യം വന്നാൽ അത് തീർക്കേണ്ടത് എങ്ങനാ? സ്തുതിച്ച് തീർക്കണം, പഴിച്ചല്ല. നമ്മളെ ചങ്ക് പൊട്ടിച്ചൊരാൾ തകർത്ത് നമ്മൾ IMS നടയുന്നവർ പറയാ, മാതാവേ മാതാവേ കാണിച്ചു കൊടുക്കണേ, മാതാവേ എൻ്റെ ചങ്ക് പൊട്ടി പറയാ കാണിച്ചു കൊടുക്കണേ. ഇതാ നമ്മുടെ പരമാവധി പ്രാർത്ഥന. അതിന് പകരം, അമ്മേ എന്നെ തകർത്ത ഈ വ്യക്തിയെ പ്രതി ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഈ വ്യക്തിക്ക് നന്മയുണ്ടാകട്ടെ. ഉൽപ്പത്തി 12:2. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹത്തമമാക്കും, അങ്ങനെ നീയും ഒരു അനുഗ്രഹമാകും. ഇറങ്ങി ചെല്ലുമ്പം അത്ഭുതത്തിൻ്റെ ഇടിവെട്ടുണ്ടാകും. നീ ആഗ്രഹിച്ചത് അയാളുടെ തലയിൽ ഇടിവെട്ടണമെന്നാ, പക്ഷേ അത്ഭുതത്തിന്റെ ഇടിവെട്ടുണ്ടാകും. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് സ്തുതിക്കേ. നമ്മൾ എത്ര വലിയവരാണെങ്കിലും കരങ്ങൾ അടിച്ച് സ്തുതിക്കേ, എത്ര ചെറിയവരാണെങ്കിലും കരങ്ങൾ അടിച്ച് സ്തുതിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 40:16 പറയുന്നത്, നിരന്തരം നിരന്തരം ദൈവത്തെ സ്തുതിക്കുവിൻ. നിരന്തരം. സങ്കീർത്തനം 58 മനോഹരമാണ്. സങ്കീർത്തനം 58 കർത്താവ് പറയാ, പൊന്നുമോളെ പൊന്നുമോളെ, നിന്നെ ഞാൻ ഒരിക്കലും ശാസിക്കത്തില്ല. മോളെ, നിന്നോടാ, ഞാൻ നിന്നെ ഒരിക്കലും ശാസിക്കത്തില്ല. നിന്റെ നിരന്തര ദഹന ബലികൾ എൻ്റെ കൺമുമ്പിലുണ്ട്. നിന്റെ നിരന്തര ദഹന ബലികൾ എൻ്റെ കൺമും. കൊച്ചേ, നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടു നിന്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നതിനേക്കാൾ പുകയുന്നത് കൊച്ചേ നിന്റെ നെഞ്ച. മോളെ, നിന്റെ വീട്ടിലെ അടുപ്പ് കത്തുന്നതിനേക്കാൾ കത്തുന്നത് പൊന്നുമോളെ നിന്റെ ഹൃദയവാ. നിന്റെ ദൈവത്തിന് അതറിയാം. ആ ഓരോ കത്തലും ആളലും ആന്തലും സ്തുതിയാക്കി മാറ്റുന്നതാ. അതുകൊണ്ട് എനിക്ക് നിന്റെ ബലികളെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. നിന്റെ നിരന്തര നിന്റെ നിരന്തര ദഹനബലികൾ. നിങ്ങൾ ഉറങ്ങുകയാണ്, പറഞ്ഞേ, നിന്റെ നിരന്തര ദഹനബലികൾ എൻ്റെ കൺമുമ്പിലുണ്ട്. നിങ്ങൾക്ക് വചനം പറയാൻ മടിക്കുന്നതൊരു ശേലില്ലാത്ത വചനം നിന്റെ നിരന്തര. നിങ്ങൾ വാതറന്ന് വചനം പറ, ഇഷ്ടമുണ്ടെങ്കിൽ. ഇനി ഞാൻ പറയത്തില്ല കേട്ടോ. നിന്റെ നിരന്തര ദഹനബലികൾ എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു 4-5 ഡിസ്ട്രിക്റ്റിൽ വചനം പ്രസംഗിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് അപ്പന്മാരുടെ ഭാഗത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുന്നത്. എനിക്ക് പിണക്കമൊന്നുമില്ല കേട്ടോ. വചനം പറയുന്നതിൽ ആർക്കും
ഞാൻ എൻ്റെ സെമിനാറിലെ ഫസ്റ്റ് റാങ്കുകാരനാണ്. ഞാൻ ഒരിക്കൽ പോലും വചനം പറയുമ്പോൾ ഒരു കേമത്ത് ഒരിടത്തും കാണിച്ചിട്ടില്ല. വചനത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു, ദൈവം എന്നെ കനിവോടെ കാക്കുന്നു. വചനം പറയാൻ ഒരിക്കലും തലക്കനം കാണിക്കല്ലേ. നിന്റെ ഇഷ്ടമുണ്ടെ പറഞ്ഞു, നിന്റെ നിരന്തര ദഹന ബലികൾ എൻ്റെ കൺമുമ്പിലുണ്ട്. പറഞ്ഞേ, നിന്റെ നിരന്തര, സങ്കീർത്തനം 58, നിന്റെ നിരന്തര ദഹന ബലികൾ എൻ്റെ കൺമുമ്പിലുണ്ട്. സങ്കീർത്തനം 71:14 ഒന്നുകൂടെ പറയാമോ ആർക്കെങ്കിലും ഓർത്ത്? സങ്കീർത്തനം 71:14 ആർക്കെങ്കിലും ഓർത്ത് പറയാവോ? ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, ഹൃദയം കൊണ്ട് കേൾക്കാത്തത് കൊണ്ടാണ് 5 പേർക്ക് പോലും ഓർക്കാൻ പറ്റാത്തത്. ഹൃദയം കൊണ്ട് കേൾക്കാത്തത് കൊണ്ടാണ്. സങ്കീർത്തനം 71:14. എൻ്റെ കൂട്ടത്തിൽ ജീവനിട്ട് നിൽക്കുന്ന ഒരു സഹോദരനുണ്ട്, നൈജു. അവനിവിടെ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നൈജുവിന് ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. നൈജു ചെറുപ്പം, ഒരു 10-40 വയസ്സ്, മുടുമുടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. ഒരിക്കലും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കത്തില്ല. എപ്പോഴും പ്രായോഗിക ചിന്തയാണ്. അവനെപ്പോഴും വിഷാദം വരും, മൂഡ് മാറും. ഞാൻ എൻ്റെ മകന് 3 വർഷമായിട്ട് പറഞ്ഞു, നീ കഴിക്കേണ്ട മരുന്നിതാണ്, ഞാനെപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ കുഞ്ഞ് വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം മകനിരുന്ന് നിരന്തരം പറയാൻ തുടങ്ങി. ഇന്ന് അത്ഭുതകരമായി മണിക്കൂറുകളിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. അവ സ്തുതിക്കുന്നിടത്ത് ദൈവം വന്ന് നിൽക്കും. ഞാനെപ്പോഴും ഞാനെപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേലങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. നിങ്ങൾ ഈ വചനം പറ, ഞാനെപ്പോഴും ഞാനെപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേലങ്ങേ പുകഴ്ത്തുകയും ചെയ്യും. കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തുതി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.